ഹായ്, എല്ലാവർക്കും മല്ലു.comന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊച്ചൂട്ടനാണേ വന്നേക്കുന്നത്. അപ്പം ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അമ്മയും ചേച്ചിയും പറയുക, നീ എന്നും വീട്ടിലല്ലേ കിടന്നുറങ്ങുന്നത്, ഇന്ന് നമുക്ക് പാർക്ക് കാണാൻ പോകാമെന്ന്. എനിക്ക് പാർക്കെന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ അവർ രണ്ടുപേരും എന്നെ കുത്തിപ്പൊക്കി പുത്തൻ ഉടുപ്പൊക്കെ ഇടിപ്പിച്ചുകൊണ്ട് പാർക്കിലോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പം ഇവർ പറഞ്ഞു ഇത് പുഴയുടെ സൈഡാ, ഇവിടെ കുറേ മുളങ്കാടുണ്ടെന്നൊക്കെ. അപ്പോൾ ആ മുളങ്കാട്ടിൽ എല്ലാം കാണിച്ചു തന്ന് ഒരു സിമെൻറ്റ് തറയിൽ എന്നെ ഇരുത്തി. അപ്പോൾ ഇവിടെ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്ന് വീടിൻ്റെ ജനലല്ലേ കയറിയേക്കുന്നത്. ഇന്ന് ഈ കമ്പിയിലൊക്കെ പിടിച്ച് കയറാൻ എനിക്ക് നല്ല രസമുണ്ട്. അപ്പോൾ ഈ പുഴയുടെ അടുത്തിരിക്കുമ്പോൾ നല്ല രസമാണെന്നും ഒക്കെ അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മ പറയുകയാണെ ആ പുഴ ഭയങ്കര ശാന്ത സുന്ദരമായിട്ടാണ് ഒഴുകുന്നതെന്ന്. ഈ പുഴ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യം കാണുവാണേ. ഞാൻ എൻ്റെ ബക്കറ്റിലെ വെള്ളം മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കുളിച്ചുന്ന ബക്കറ്റിലെ വെള്ളത്തിൻ്റെ കുറേ കൂടുതലുണ്ട് ഇതേ. അപ്പോൾ അമ്മ പറഞ്ഞു ആ കാണുന്നതാണ് തൂക്കുപാലെന്ന്. പിന്നെ അവരെന്നെ കൂട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഈ കമ്പിയെ പിടിപ്പിച്ചിട്ട് ഇത് നോക്കടാ പുഴ നോക്കടാ എന്നെല്ലാം പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു അതിനകത്ത് മീനുണ്ടതൊക്കെ. അപ്പോൾ മീനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നോക്കാണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അമ്മ പറയാ നോക്കടാന്ന്. അപ്പം ചേച്ചി അമ്മയും കൂടെ കൂടിയിട്ട് എന്നെ ഈ കമ്പിയെ പിടിച്ചിങ്ങനെ നിർത്തി കാണിച്ചു. അമ്മയ്യോ നാട്ടുകാരെ ഇത് കണ്ടോ, എൻ്റെ അപ്പ ഇല്ലാത്ത നേരത്തെ ചേച്ചി അമ്മയും കൊണ്ട് എന്നെ പുഴയിൽ ഉന്തിയിട്ട് കൊല്ലാനങ്ങാണ്ട് ആ പ്ലാനെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ ഞാനതുകൊണ്ട് ഇച്ചിരി പേടിയുണ്ട് എനിക്ക്. അവർ മീനുണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ തല പിടിച്ച് കമ്പിക്കുള്ളിൽ കൂടെ ഉന്തിയിട്ട് കാണിക്കുക. ഞാനതൊക്കെ നോക്കി നിൽക്കണമല്ലോ. അന്നേരം ഈ കമ്പി പാലത്തെ കൂടെ ആരെങ്കിലും വരുമായിരുന്നേ അവരോട് പറയാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടു. അമ്മയും ചേച്ചിയൊക്കെ അവിടെ നിന്ന് എന്നോട് എന്തൊക്കെയോ വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഒരു ഓട്ടോ മാമനും ചേച്ചിമാരൊക്കെ പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവരൊക്കെ എന്നെ കൈവീശി കാണിച്ചു. പിന്നെ ഞാൻ മടുത്തപ്പോൾ ചേച്ചി ഊഞ്ഞാലാടുന്നുണ്ട്. ചേച്ചിയുടെ മടിയിൽ കയറി ഊഞ്ഞാലാടാന്ന് വിചാരിച്ചു. അപ്പം ആ ചേച്ചിയാണെങ്കിൽ എന്നോട് ഭയങ്കര വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പൊട്ടത്തിപ്പെണ്ണിനൊന്നും അറിയത്തില്ലേവാ, നല്ല വെയിലാണ്. എൻ്റെ മൊട്ടത്തലയാണെങ്കിൽ വെയിൽ കൊള്ളുന്നുണ്ട്. കൂടെ എൻ്റെ അമ്മയും കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ എൻ്റെ മൊട്ടത്തല വെയിൽ കൊള്ളിക്കാൻ കൊണ്ടുവന്നേക്കുക. അപ്പോൾ വീട്ടിൽ ഇരുന്ന് എൻ്റെ മൊട്ടത്തലയിൽ വെയിൽ കൊള്ളൂലല്ലോ. അപ്പോൾ അവരങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുവാണേ. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ചില ചേച്ചിമാരൊക്കെ വന്നു. അവരൊക്കെ എന്നോട് ഹായ് പറഞ്ഞു. അപ്പോൾ അവരെയൊക്കെ നിരാശപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അവർക്ക് കുറേ ഹായ് ഒക്കെ കൊടുത്തു. അങ്ങനെ ഇരുന്ന് ആടുവാണ്. പിന്നെ ചേച്ചിപ്പെണ്ണ് പറഞ്ഞു നീ അങ്ങനെ മടിയിലിരുന്ന് ആടണ്ട, നിന്നെ ഞാൻ ഇവിടെ നിർത്തി ആട്ടാന്ന്. എന്നിട്ട് അവൾ എന്നെ ഇങ്ങനെ പയ്യെ ആട്ടുവാണേ. എനിക്ക് പേടിയുണ്ട് അവളുടെ കാര്യമായതുകൊണ്ട്. അവൾക്കൊരു ബോധമില്ലാന്നേ. അവളിങ്ങനെ ആട്ടി എന്നെ അങ്ങ് ആട്ടി വിടുവോന്ന്. എനിക്കാണ് ആ കമ്പിയെ പിടിച്ചിട്ട് കിട്ടുന്നുമില്ല. കമ്പി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്, കാലും ചെന്നി പോകുന്നുണ്ട്. എന്നിട്ട് അതൊന്നും അവൾ നോക്കുന്നില്ല. അധികം പൊങ്ങി നിന്നാൽ എൻ്റെ ട്രൗസർ ഊരി പോകുന്നേ. ആ ട്രൗസറിനാണെങ്കിൽ ഒരു ബലവും ഇല്ല. അയ്യോ. പിന്നെ അവൾ മനസ്സിലായി എന്നെ അവിടെ നിർത്തിയാട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അവൾ തന്നെ മടിയിലിരുത്തിക്കൊണ്ട് എന്നെ ആട്ടാണ്. എന്നിട്ട് അവൾ എന്നെ മടിയിലിരുത്തി ആട്ടിത്തരുവാണ്. അപ്പോൾ അവൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, ഇത് പൊട്ടിപ്പോകുമോ അമ്മയെന്നൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു അത് വലിയവർക്കുള്ള ഊഞ്ഞാലാണ്, കുഞ്ഞു പിള്ളേർക്കുള്ള ഊഞ്ഞാലല്ല, പൊട്ടത്തില്ലാന്ന്. ഇനി എന്നെ മടിയിലിരുത്തിയോണ്ടാണോ പൊട്ടുമെന്ന് ചോദിക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ചിരിച്ചോണ്ടായിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങളെല്ലാവരും. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ചോറുമാമാമും ഒക്കെ തന്നു കേട്ടോ ഇവർ. അപ്പോൾ വയറ് നിറയെ ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ക്ഷീണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയുടെ മടിയിൽ കയറി ഇങ്ങനെ പറ്റിയിരുന്നു. എന്ത് രസമാണോ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കാൻ. അപ്പോൾ എനിക്ക് തൊട്ടി കിടക്കുന്ന ഓർമ്മ വന്നു. തൊട്ടിയിൽ ഞാൻ ആടുന്നതിന് പകരം അമ്മ എന്നെ ഊഞ്ഞാലി വെച്ച് ആട്ടി. അപ്പം ഞാനിങ്ങനെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കും. ആ ചേച്ചിപ്പെണ്ണാണെങ്കിൽ ഒന്നും ഉറങ്ങാനും വിടുന്നില്ല. അവൾ ക്യാമറ എടുത്തുകൊണ്ട് വരുവാന്നേ എന്നെ നോക്കാൻ. പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കിയില്ല. ഞാൻ അവിടെ അമ്മയുടെ മടിയിൽ കയറി കിടന്ന് നല്ല സുന്ദരമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഉറങ്ങി തുടങ്ങിയപ്പോൾ അമ്മയും ചേച്ചിയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്നെ ബെഞ്ചിൽ കിടത്താമെന്നൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പം ഞാനതൊക്കെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ അവരെന്നെ ഒരു സിമെൻറ്റ് തറയിൽ ടർക്കിയൊക്കെ വിജയിച്ചിട്ട് അവിടെ കിടത്തി. അപ്പം ഞാൻ അവിടെ നല്ല സുന്ദരമായിട്ട് കിടന്നുറങ്ങി. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അമ്മയാണെങ്കിൽ എനിക്ക് കാവലിരുന്നു. ചേച്ചിപ്പെണ്ണാണെങ്കിൽ ചേച്ചിപ്പെണ്ണിൻ്റെ കൂട്ടുകാരോട് വർത്തമാനം പറയുകയോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനങ്ങനെ കുറച്ച് സമയം അവിടെ കിടന്ന് ഉറങ്ങി. കണ്ടില്ലേ, എൻ്റെ ഉറക്കം കണ്ടാൽ അറിയില്ലേ നിങ്ങൾക്ക്, ഞാൻ നല്ല സുന്ദരമായിട്ട് ഉറങ്ങുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ബിസ്ക്കറ്റൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് അവരെന്നെ ഈ കളിപ്പാട്ടത്തെ കയറ്റിയിരുത്തിയേക്കുവാണേ. ഇത് ചേച്ചി ഉണ്ടല്ലോ അങ്ങേയറ്റത്ത് നിന്നിട്ട് എന്നെ പൊക്കും താക്കും ചെയ്യുന്നുണ്ട്, അമ്മയും പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇവർക്ക് എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ കമ്പിയെ മുറുക്ക പിടിച്ചിട്ടുണ്ട്. ഇനി എന്നെ എങ്ങാനും പൊക്കി വിട്ടിട്ട് തെറിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പുഴയിൽ പോയി വീഴുന്നേ. എൻ്റെ അപ്പയാണെങ്കിൽ നോക്കാനില്ലെന്താനും. അപ്പം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാനില്ലാണ്ടായി പോവില്ലേ. അതുകൊണ്ട് ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ട്. ഇച്ചിരി സമയം കൂടി ഇവിടെ ഇരിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എവിടെയോ മീറ്റിംഗ് ഉണ്ടെന്നോ പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ വരാം. അപ്പം നമുക്ക് കാണാം. ബൈ.